പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 5:7. അവിടെ വചനം പറയാണ്, കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. രണ്ട് കാര്യങ്ങളാണ്. കർത്താവിലേക്ക് തിരിയാൻ ഒന്നാമത് വൈകരുത്, നാളെ നാളെ നീളെ നീളെ അങ്ങനെ നമ്മൾ മാറ്റിവെക്കരുത്. കാരണം എന്താണ് സഹോദരങ്ങളെ? മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യം അല്ലേ, നമ്മുടെ ശരിക്കും ലക്ഷ്യം സ്വർഗത്തിലേക്ക്. പണ്ടൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഒരു സെക്കൻഡ് പോലും സമയമില്ലാതെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് പറയുമ്പോൾ സ്വർഗം എന്ന് പറയും. ഓരോ വർഷം കഴിയും തോറും പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യം ലോകം 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 എന്ന് നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ആവർത്തിച്ചല്ലേ നമ്മുടെ ലക്ഷ്യങ്ങളുടെ. പിന്നെ നമുക്കെല്ലാം തിരിച്ചറിവ് വരുന്നത് ചിലപ്പോൾ 70 വയസ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. എല്ലാം കൈവിട്ട് പോയി കാണും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുനാളിൽ നമ്മളൊക്കെ ശരിക്കും ഞാനൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഞങ്ങളെ ആദ്യ കുർബാന സ്വീകരണമൊക്കെ പഠിപ്പിച്ച സമയത്ത് സിസ്റ്റർ ചോദിക്കുമ്പോൾ, സിസ്റ്റർ കാരോളിനാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? സ്വർഗം. എന്നാൽ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ നിത്യസത്യങ്ങളെ കുറിച്ചിട്ടുള്ള ബോധ്യത്തിൽ ഭയങ്കരമായൊരു കുറവ് നമുക്കുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആ നിത്യസത്യത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് സഹോദരങ്ങൾ ഈ വചനത്തിൻ്റെ അർത്ഥം പറയാൻ പറ്റുള്ളൂ. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ. കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പാസ്പോർട്ടും വിസയൊക്കെ അടിച്ചു വരും സ്വർഗത്തിലേക്ക്, തമ്പുരാൻ്റെ സന്നിധിയിലേക്ക്. അവിടേക്ക് കയറാനുള്ള എൻട്രി ടിക്കറ്റ് ശരിയായില്ലെങ്കിൽ അത് വലിയ വേദനയാകും. നമുക്കൊരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു വലിയൊരു വേദനയിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത്. ഈ വചനം നമുക്ക് നിത്യതയെക്കുറിച്ച് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വചനത്തിൻ്റെ ഉൾപ്പൊരുൾ എന്താണെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ ഈ ലോകത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നിത്യതയെക്കുറിച്ച് ഞങ്ങൾ മറന്നുപോയി. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ, നിത്യതയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളൊക്കെ യവസേപിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.